പ്രിയ സുഹൃത്തെ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തൻ്റെ വചനത്താലാണ് സകലവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും ചില വിഷയങ്ങൾ മൂലം നീ ഭയപ്പെടുന്നുണ്ടോ? കടക്കാര് മൂലം നീ ഭയപ്പെടുന്നുണ്ടോ? സാമ്പത്തികമായ പ്രയാസങ്ങൾ, മക്കളുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം, ഭാവി ജീവിതം, അല്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ, സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, എന്തെല്ലാം ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക. നിന്നെ ദൈവവും കർത്താവും യേശുക്രിസ്തു പറയുന്നു, നീ ഇനി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ നിന്നെ പോറ്റിക്കോളും, നിന്നെ മുന്നോട്ടേക്ക് അവൻ നോക്കിക്കോളും. നിന്റെ ജീവിതം അവന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് സംരക്ഷണം ഒരുക്കും. അവൻ നിനക്ക് ചുറ്റും കാവലായിരിക്കും. അവിടുന്ന് പറയുന്നു, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നാട്ടിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. ദൈവത്തിന് നിൻ്റെ ജീവിതം അസാധ്യമൊന്നുമില്ല. നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിൻ്റെ കൂടെയുള്ളത്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇത് പുതിയ കാര്യം ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ഉപയോഗിക്കുക. നിൻ്റെ മനസ്സിലേക്ക്, നിൻ്റെ ശരീരത്തിൽ നിനക്ക് ഭയത്തിൻ്റെ ചിന്ത കടന്നു വരേണ്ട ഒരു കാര്യം നീ ഇങ്ങനെ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനം നീ ആവർത്തിക്കുമ്പോൾ ദൈവിക ശക്തി നിൻ്റെ ഉള്ളിൽ പ്രകടമാകും. ദൈവത്തിൻ്റെ കരുത്ത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഉത്കണ്ഠകൾ, ആകുലതകളൊന്നും എല്ലാം ഒഴിവാക്കുക. ഒന്നിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട. കാരണം ദൈവമാണ് നിൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത്. നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവത്തിന് ഇപ്പോഴുള്ള അവസ്ഥയെ മാറ്റാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയെ മാറ്റി പുതുക്കി നിന്നെ പണിയുവാൻ കഴിയുന്ന ശക്തനായ, മഹാശക്തനായ ദൈവമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ട്. പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ പുതുക്കി പണിയണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കണമേ. നീ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും അനുഗ്രഹം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം അവൻ അസാധ്യമായി ഒന്നുമില്ല. ഇന്നും ജീവിക്കുന്നവനായ ദൈവം, ദ ലിവിങ് ഗോഡ്, അവൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെക്കുക. യേശുക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിന്മേൽ ഉടൻ പരിഹാരം അവന് കൊണ്ടുവരാൻ സാധിക്കുന്ന മഹാശക്തനായ ദൈവം യേശുക്രിസ്തു നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആമേൻ.